ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇസഡ് ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷൻ, അവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവര് ഈ പുതിയ സോഷ്യൽ മീഡിയയിൽ ജനിച്ചവരാണ്. അവരെ നിങ്ങൾ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. ആ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചവൻ്റെ ലോണും ഈ സംഭവങ്ങളെല്ലാം അവരുടെ പേരൻസ് സ്പെൻഡ് ചെയ്തിട്ട് അവൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ജോലി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം. ഈ ഡ്രഗിൻ്റെ കേസ് കേരളത്തിൽ മാത്രമല്ല എത്രയും കൂടുന്നത്. ഇന്ത്യയിൽ ആകമാനം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഡ്രഗിൻ്റെ കേസും ക്രിമിനൽ കേസും മോഷണ കേസും ഇതേപോലെയുള്ള കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. കാരണം എന്തുവാ? ഇവന് ജോലിയില്ല. ഇവിടുത്തെ ജോലിയുള്ളവർ ഈ പറയുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കും, മാനസികമായി തകർന്നു പോകുന്ന ചെറുപ്പക്കാരന് അടുത്ത രീതി എന്താ? ഓർക്കാതിരിക്കാൻ വേണ്ടി ഡ്രഗും മദ്യവും ഇതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസും കുറച്ച് പണമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടും. അവർക്ക് ജയിലിൽ പോയാലും പിന്നെ കുഴപ്പമില്ല. ഞാനീ പറയുന്നത് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് ജോബ്. അപ്പം ഈ ജോബ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ, ഗവൺമെൻറ് പലയിടത്തും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇഷ്യൂ ആയത്. നിങ്ങൾ എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ദേശീയത ഉരുട്ടിപ്പൊഴുങ്ങി അവൻ്റെ വായിലോട്ട് കൊടുക്കുന്നത്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ പഴയ ദേശീയതയും പഴയ BJPയുടെ ഹൈപ്പർ നാഷണലിസം ഒന്നും കാണാനില്ല. എവിടെ പോയി ഇതൊക്കെ? ആളുകൾക്ക് മനസ്സിലായി ഇതെല്ലാം കള്ളത്തരമാണ്. യാഥാർത്ഥ്യമാണ് ഏറ്റവും ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഏറ്റവും വലിയ സത്യം. അതായത് ഞാൻ പറയാൻ പോകുന്ന കൺക്ലൂഡ് ചെയ്ത പാട്ടെന്ന് പറയുന്നത്, ഇത് നേപ്പാൾ ഇന്ത്യയിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, നമുക്കൊരാൾക്കും ആഗ്രഹമല്ല.